അറിയാതെയാണെങ്കിൽ പോലും നമ്മൾ ചെയ്തു പോണ 4 കാര്യങ്ങളുണ്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ. ഈ കാര്യം ചെയ്താലേ പിശാച് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കൂടെ ഓടി നടക്കും, സമാധാനം തകരും, എപ്പോഴും പ്രശ്നങ്ങൾ, നിരന്തരം രോഗങ്ങൾ, സമ്പാദിക്കുന്നതൊന്നും കയ്യിലില്ലാത്ത വണ്ണം ജീവിതമാകെ ഇങ്ങനെ കുഡിസായി പോകും. അള്ളാനെ മറക്കും നമ്മൾ. അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അശ്രദ്ധമായി നമ്മൾ വിടുന്ന ചില കാര്യങ്ങൾ, 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഡേഞ്ചറാണ്. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാ പൈശാചികതകളിൽ നിന്നും അവൻ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, പലരും ദുആ കൊണ്ട് വസിയത്ത് എന്നൊരു കാര്യമാണ്. ഉസ്താദേ, സമാധാനമില്ല ഉസ്താദേ, സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഒരു സാധനം കയ്യിൽ നിൽക്കണില്ല. എപ്പോഴും ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. ഒരാളിറങ്ങുമ്പോൾ അടുത്ത ആൾ വരും, അടുത്ത ആളിറങ്ങുമ്പോൾ അടുത്ത ആൾ പോകും. ഇതന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഞെട്ടി എഴുന്നേൽക്കുക, പെട്ടെന്ന് രൂപങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിക്കുക. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായൊരു വിഷയം ഇത് പിശാചിൽ നിന്നാണ്. ശൈത്വാനാണ് ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. പിശാചിൻ്റെ വിളനിലമായി, അവൻ്റെ കളിസ്ഥലമായി നമ്മുടെ വീട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും സമാധാനം ഉണ്ടാവുമോ? സമാധാനം ഉണ്ടാവില്ല. പിശാചിനെ മാറ്റി നിർത്താൻ കഴിയാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അതിന് അല്ലാഹു റബ്ബുൽ ആലമീനോട് കാവൽ തേടുക. ആ കാവൽ തേടുന്നതോടൊപ്പം ചില കാര്യങ്ങൾ, 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ വീട് പിശാചിൻ്റെ വിളനിലമാകുമെന്നാണ്. അപ്പോൾ ഇത് ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. 1, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഗ്‌രിബ് ഇശാൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം, ഇശാ വരെ പോകണമെന്നില്ല, മഗ്‌രിബ് ആ ഒരു സൂര്യാസ്തമനം മുതൽ 1 മണിക്കൂർ വരെയുള്ള സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പുറത്തിറക്കരുതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കുട്ടികളെ, വലിയ ആളുകളെയൊന്നുമല്ല, ചെറിയ കുട്ടികളെ, പ്രായപൂർത്തിയൊന്നും എത്താത്ത കുഞ്ഞു മക്കളുണ്ടല്ലോ, വകതിരിവെത്താത്ത കുട്ടികൾ, ആ കുട്ടികളെ നിങ്ങൾ പുറത്തിറക്കരുത്. കാരണം പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണ്. അങ്ങനെ ഓടി നടക്കുന്ന പിശാചുക്കൾക്കിടയിലേക്ക് നമ്മുടെ മക്കളെ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് പിശാച് ബാധ ഉണ്ടാകാനുള്ള കാരണമായി. മഹത്തുക്കൾ ഉദ്ധരിക്കുന്നുണ്ട്, ആ കുട്ടികളിൽ പഠന വൈകല്യങ്ങൾ സംഭവിക്കും, ഓർമ്മക്കുറവ് വരും, പഠിത്തത്തിൽ മുമ്പിൽ നിന്ന് വെച്ച കുട്ടിയാണ്, പിന്നെ പതിയെ പതിയെ പുറകോട്ടാവും. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുഞ്ഞിന് നേരിടേണ്ടി വരും. പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കലുണ്ടാകും, വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ചെറിയ കുഞ്ഞുങ്ങൾ. അതിനൊക്കെ ഇതൊരു കാരണമാണ്. മരുവും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞിട്ട് ഉമ്മായും മക്കളും കൂടെ പുറത്തേക്ക് ഇറങ്ങും, അപ്പുറത്തെ വീട്ടിലിരുന്ന് വർത്താനം പറയാനായിട്ട്. അല്ലെങ്കിൽ വരാന്തയിൽ വന്നിരിക്കും. അല്ലെങ്കിൽ കുഞ്ഞ് പുറത്തിരുന്ന് ചിലപ്പോൾ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടി പുറത്തിരിക്കും. ഈ കുട്ടികൾക്കും ചെറിയ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിശാചുബാധ ഏൽക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. മഗ്‌രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ ചെയ്യാൻ എന്തൊക്കെയുണ്ട്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, ദിക്റും സ്വലാത്തും ചൊല്ലണം, നല്ല നല്ല കാര്യങ്ങൾ, മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലണം. മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഒരു എഴുത്ത് ഇങ്ങനെ സത്യധാരയിൽ കണ്ടു, അവരുടെ ഉമ്മയെക്കുറിച്ച്. അവരെന്നും രാത്രി മഗ്‌രിബിന് ശേഷം കുട്ടികളുടെ ഖുർആൻ പാരായണത്തിൽ, യാസീനിൽ, വാഖിഅയിലൊക്കെ ശ്രദ്ധ ചെലുത്തുമായിരുന്നു എന്നാണ്. അങ്ങനെ ഓതിപ്പിക്കുമായിരുന്നു. നമ്മളതുപോലെ ആകണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് ഓതിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളത് ഓതണം, കുഞ്ഞുങ്ങളത് കേൾക്കട്ടെ. ഓതാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് മന്ത്രിച്ച് കൊടുക്കണം. ഇനി അത്യാവശ്യ ഘട്ടം, കുഞ്ഞിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മഗ്‌രിബിൻ്റെ ശേഷം പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനെ നോക്കിക്കേണ്ട കാര്യമില്ല. അവിടെ ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞിന് മന്ത്രിച്ചു കൊടുക്കുക. അഊദു ബികലിമാത്തിയും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദിയൊക്കെ കുഞ്ഞിന് ഓതിയിട്ടൊന്ന് മന്ത്രിച്ച് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക, അള്ളാഹുവിൽ നിന്ന് കാവൽ തേടിയിട്ട്. മനസ്സിലായോ? അല്ലാതെ ആ സമയത്തുള്ള കളികളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അത് പൈശാചികത ഉണ്ടാകുന്ന സമയമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2ാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ നിങ്ങളുടെ വളർത്തു മൃഗങ്ങളെ കെട്ടിയിടുക. നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ, അത് പൂച്ചയാണെങ്കിൽ പോലും നിങ്ങൾ വളർത്തുന്ന പൂച്ചേനെ പുറത്തേക്ക് ആ സമയത്ത് വിടണ്ട, വീടിൻ്റെ അകത്ത് നിർത്തിയാൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ തൊഴുത്തിലുള്ള മൃഗങ്ങൾ, അതുങ്ങളൊക്കെ കെട്ടിയിടുക. ആ സമയത്ത് പോത്തിനെയും ആടിനെയും കൊണ്ട് നടക്കണ്ട. അതുങ്ങൾക്കും ആ ഒരു അവറ്റയ്ക്കും പിശാച് ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. 3ാമത്തേത്, വാതിലുകൾ അടച്ചിടുക. എപ്പോൾ? മഗ്‌രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ വാതിലടയ്ക്കുക. കാരണവന്മാർ പറയും, മകളെ എടാ അതേ മഗ്‌രിബ് കൊടുത്ത് വാതിലൊക്കെ തുറന്നിട്ടേ, മലക്കുകൾ കയറി വരട്ടെ. മലക്കല്ല കയറി വരണേ, ശൈത്താനായിരിക്കും. മലക്കിന് ഇപ്പോൾ കയറാനായിട്ട് വാതിൽ തുറന്നിടണമെന്നുണ്ട്, മലക്ക് പോകുന്നുള്ളൂ. പക്ഷേ പിശാചിന് കയറാൻ പറ്റില്ല. വാതിൽ വെറുതെ അടച്ചിട്ട് കാര്യമില്ല, വെറുതെ അടച്ച പിശാച് കയറിപ്പോരും. ഫഖുൽ ബിസ്മില്ലാ, ബിസ്മി ചൊല്ലിയിട്ട് വാതിലടയ്ക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് മഗ്‌രിബിൻ്റെ ശേഷം, മഗ്‌രിബിൻ്റെ സമയത്ത് വാതിലടച്ചിടുക ഇശാ വരെ, അല്ലെങ്കിൽ ആ സമയം തീരുന്നത് വരെ.
മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിശാചുക്കൾ കയറും നമ്മുടെ വീട്ടിൽ, പിശാചിൻ്റെ വിളനിലമായി മാറും. പിന്നെ എന്തിലും ബറക്കത്തുണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, ഏത് കാര്യത്തിലും പിശാച് ഇടപെടും. ആ ഇടപെടൽ ഒഴിവാക്കാനായിട്ട് അടയ്ക്കുമ്പോൾ ബിസ്മി ചൊല്ലി അടയ്ക്കുക, തുറക്കുമ്പോഴും ബിസ്മി ചൊല്ലി തുറക്കുക. പിശാചുക്കൾ പുറത്ത് നിൽക്കുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നാലാമത്തെ ഒരു കാര്യം, പാത്രങ്ങൾ മൂടി വെക്കുക. അയിമത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട്, പാത്രം മൂടി വെക്കുമ്പോൾ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇങ്ങനെയാണ്: നിങ്ങൾ ബിസ്മി ചൊല്ലി പാത്രം മൂടി വെക്കുക എല്ലാ രാത്രിയിലും. ചില അദാബുകൾ, ഒരു രാത്രിയിൽ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുന്നുണ്ട്, അത് പാത്രങ്ങൾ മൂടി വെച്ച പാത്രങ്ങളിലേക്ക് വരില്ല എന്നാണ്. അപ്പോൾ എപ്പോഴാണ് ഇത് ഇറങ്ങണമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. മാത്രമല്ല ബിസ്മി ചൊല്ലി മൂടിയില്ലെങ്കിൽ ഇതൊക്കെ പിശാച് കയറി ഇറങ്ങുന്ന പാത്രങ്ങളായി മാറും. ഭക്ഷണ സാധനങ്ങളാകട്ടെ, വെള്ളപ്പാത്രമാകട്ടെ, ഏത് പാത്രമാകട്ടെ ഒക്കെ മൂടി വെക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ 4 കാര്യങ്ങൾ മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിൽ പാത്രങ്ങൾ മൂടി വെക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇമാം ഖത്തീബ് ശിർബീനി റഹിമഹുല്ല അടക്കം ഇതൊക്കെ ഇങ്ങനെ 4 കാര്യങ്ങളായി എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ പിശാചിൻ്റെ വിളനിലമായി നമ്മുടെ വീട് മാറുന്നതിലൂടെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ പൈശാചികതകളിൽ നിന്നും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.